എന്നാലും കിട്ടിലൊരു മസാലയിലെ സൂപ്പർ ടേസ്റ്റ്. ആടാ പറ, വീട്ടിലാടാ. അവിടെ ഒറ്റയ്ക്ക്, അച്ഛനും അമ്മയൊക്കെ എവിടെ പോയിട്ടുണ്ട്. ഇല്ല, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അമ്മ ഏതൊരു ചേച്ചീനെ ഏൽപ്പിച്ചിട്ടുണ്ട് വീടിൻ്റെ അടുത്തുള്ള. കുറേ ആയി വെയിറ്റ് ചെയ്യുന്നത്. ആ ആ ഓക്കെ, എന്നാൽ നീ ഈവനിങ് ഇറങ്ങ. ഓക്കെ, വിളിച്ചിട്ട് വാട്ടാ. ശരി. ചേച്ചിയോ, കുറെ നേരം വന്നിട്ട്. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നത്. വാ, എന്താ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വാ. അല്ല, എന്താ പതിവില്ലാത്തൊരു നാണൊക്കെ. ഇങ്ങോട്ട് വാന്നേ. എന്താ സ്പെഷ്യല്? നോക്കട്ടെ. ഇതാ ബിരിയാണിയോ? അമ്മ വന്നിട്ടാണോ ബിരിയാണി എന്തോന്ന്? അമ്മ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്ത് എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. ചുമ്മാ അതൊക്കെ ചുമ്മാ പറയാം. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഇന്നത്തെ പതിവില് സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താണ് അല്ലേ എരിവുള്ള ബിരിയാണി ഒന്നും തോന്നുന്നത് കണ്ടിട്ട്. എനിക്കൊന്ന് വിളമ്പി തരുമോ? വെള്ളത്തിൽ തന്നെ കഴിക്കൂ. നല്ലതാണ്, കടിച്ച് കടിച്ച് കഴിക്കൂ.
അല്ല ചേച്ചിയുടെ കാലിന് എന്തോ ഒരു ചൊറിയോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. എവിടെ? ഈ പാട് കണ്ടിട്ട് നല്ല കളിയുള്ള പോലെ ഉണ്ടല്ലോ ചേച്ചി. ഇതൊരു വണ്ടി പിടിച്ചതാ. ആ വണ്ടിന്റെ ഒക്കെ ഒരു ഭാഗ്യം. എന്തേ വണ്ടിന് മാത്രം കഴിക്കാൻ കൊടുക്കും? എന്തേ ചേച്ചി നാണ പോലെ? എനിക്ക് ചോറ് വന്നിട്ട് ആ ചോറ് പിന്നെ കഴിക്കാം പറ. ഇങ്ങോട്ട് എനിക്ക് ചെക്ക. ചോറ് നമുക്ക് പിന്നെ കഴിക്കാം ചേച്ചി. സംസാരിക്കും പിന്നെ വേറെ വിശേഷം. അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമില്ല. അമ്മ എപ്പോഴാ? അതറിയില്ല ചേച്ചി. ബിരിയാണി നല്ലോണം മസാല ഇട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മസാല. നല്ല മസാല ആണെങ്കിൽ ഞാൻ നക്കി നക്കി തിന്നു. എന്തായാലും ഇപ്പം വിശപ്പ് തോന്നി. ചേച്ചി റീൽസ് ചെയ്യാമോ? പുതിയ 2 റീൽസ് കാണിച്ചു. എങ്ങനെ അഭിപ്രായങ്ങളാണ്? ഇരിക്കും ഇങ്ങോട്ടേ. ഞാൻ പോട്ടെ. അമ്മ വരാനറിയോ? അമ്മയും അച്ഛനും ഇപ്പം വരില്ല. പുതിയ റീൽസാണ്. അയ്യോ പാസ്വേഡ് ഒന്നും തെറ്റിപ്പോയല്ലോ. പാസ്വേഡ് ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. ഞാൻ പോട്ടെ. എൻ്റെ പുതിയ റീൽസ് കണ്ടത് എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? നമുക്ക് റീൽസ് ചെയ്യാം. ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ. അയ്യോ ഞാൻ പോവാ. വേണ്ട ഞാൻ പോവാ. ഏയ്, അമ്മ വരാനില്ലേ? ഞാൻ പോവാ. അമ്മയും അച്ഛനൊന്നും ഇപ്പൊ വരില്ല. പോസ്റ്റ് ചെയ്യണ്ട. പോസ്റ്റ് എടുത്തു വെക്കാലോ. എടുത്തു വെക്കാം. അപ്പൊ ചേച്ചി എക്സ്പ്രഷൻ ഞാൻ ബാക്ക് നിന്നിട്ടാ കുറച്ച് അടുത്തിരിക്കും. ചേച്ചി പാടിയോ? ചേച്ചി ഒന്ന് ടച്ച് ചെയ്തിരിക്കും. എന്നാലേ ലൈക്കും കമന്റൊക്കെ ഒന്ന് വരും. അതാണ് അതെ. രാവിലെ പ്രസ് ഇവിടാണോ? എന്നല്ല ശരിയില്ലാത്ത പൈസയാണ്. അതെന്ത് കൈവരിക്കുന്നെന്താ? നോക്ക്. റീൽസിൽ കുറച്ച് ഞാൻ ടച്ച് ചെയ്താലാണ് ഞാൻ ചെയ്യാം. ലൈക്ക്. ഓക്കെ ഓക്കെ. ഓക്കെ ചേച്ചിയുടെ റീൽസൊക്കെ ഞാൻ കാണാറുണ്ട്. ലൈക്കും കമന്റൊക്കെ കൂടുതലാണല്ലോ. ചേച്ചി നിന്നെ ഒന്നുകൂടി ചേച്ച ഒന്ന് കൈയൊക്കെ ഇങ്ങോട്ട് എടുത്തിട് ചേച്ചി. ടച്ചൊക്കെ ചെയ്യും. പോലെ ഇങ്ങോട്ട് വാ. ഈ റീൽസ് ഒക്കെ എന്റെ കൂടെ റീൽസ് ചെയ്താൽ ഒരുപാട് ലൈക്കും കമന്റും കിട്ടും. ഇങ്ങോട്ട് ഇരിക്കും. വൈറലാവണ്ടേ നമുക്ക്. അമ്മ വരും. ഞാൻ പോട്ടെ. ആരമ്മ? ഒരമ്മയും അച്ഛനും വരുമൊന്നുമില്ല. അവരൊക്കെ രാത്രി വരും. പിന്നെ വേറെ എന്തൊക്കെ വിശേഷം? എന്റെ ഫോൺ അങ്ങനെ കാണിക്കാനൊന്നും പറ്റൂല. ഞാൻ ചേച്ചി ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ലോക്ക് തോന്നുന്നത്. കയ്യിലെന്തോ ഞാൻ വേണം കയ്യിലോട്ട് ലക്ഷണം പറയും. നോക്കട്ടെ. ഇതിലെന്തോ പ്രത്യേകിച്ച് എന്തോ ഒന്ന് പിടിച്ചു വെച്ചിട്ടുണ്ടോ? ആഹാ, എനിക്ക് കയ്യിലോട്ട് ലക്ഷണം പറയാൻ അറിയാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഇപ്പം ഭർത്താവുള്ളതും ഇല്ലാത്തതും കണക്കാണില്ലേ? ഇതിന്റെ കൈ കണ്ടാ അറിയാം. അടങ്ങി ഇത് ഇങ്ങനെ കളിക്കുന്നേ. കറക്റ്റ് പിടി ഇങ്ങനെ വെച്ചേ. കൈക്ക് വളവുണ്ടോന്നും ഡൗട്ടുണ്ട്. അടിപൊളിയാട്ടോ. കഴിയട്ടെ. അടിപൊളി. പിന്നെ വേറെ വിശേഷം? ഞാൻ ബിരിയാണി കഴിക്കുന്നു. ഞാൻ പോട്ടെ. ബിരിയാണി നമുക്ക് പിന്നെ കഴിക്കാം. ഈ ബിരിയാണി ഉണ്ടാക്കി കൈയൊന്ന് ഞാൻ ആദ്യം കാണട്ടെ. ശരി, ഈ കൈക്ക് ഞാൻ സ്വർണ്ണമോതിരം വാങ്ങിച്ചു തരട്ടെ. ചേച്ചി കാര്യം സീരിയസ് ആയിട്ട് പറയട്ടെ. എന്താ പേടിക്കുന്നതിനാ? ഇങ്ങോട്ടേ എൻ്റെ മുഖത്തേക്ക് നോക്ക്.
എൻ്റെ കണ്ണിലേക്ക് നോക്കുക. എൻ്റെ കണ്ണിലോട്ട് നോക്കുക. ചേച്ചിനെ ഒരുപാട് ഇഷ്ടം. ചേച്ചി കല്യാണം കഴിച്ചതാണോ ഒക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടം. സത്യം പറ, ചേച്ചിക്ക് എന്നെ ഇഷ്ടമില്ല. പറ ചേച്ചി. ചിക്കൻ കൈ വിടുന്നു. പിന്നെ എന്താ ഡിമാൻഡ്? ചേച്ചി അവിടെ നോക്കുന്നത് ഞാൻ കാണാറുണ്ടല്ലോ. ഇപ്പം ജനലിലൂടെ കൂടി നോക്കി ഞാൻ കണ്ടല്ലോ. ഞാൻ നീ ഇവിടെ ഉണ്ടോ ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് വന്നോ? ആ നോട്ടോ ഈ നോട്ടോ ആയിട്ട് എനിക്കറിയാം. ഞാനിത് കുറെ കണ്ടതാണേ. ഇനി പറ ചേച്ചി, എന്നെ ഇഷ്ടമല്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇഷ്ടമല്ലാതെ പറ. എടാ ചെക്ക, നിനക്ക് പ്രായത്തിന്റെ കമ്മിയില്ല. അതിപ്പം ആർക്കായാലും ഉണ്ടാകാം. അപ്പൊ കംപ്ലൈന്റ് ആണെന്ന് ചേച്ചിക്ക് മനസ്സിലായോ? ഇപ്പൊ സമ്മതിച്ചോ? നീ പറ, ഇഷ്ടമാണോ? എനിക്കൊന്നും ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇഷ്ടം? പറ. പിന്നെ എങ്ങനെ ഇഷ്ടം? പറ ചേച്ചി. ഇങ്ങോട്ട് കുറച്ചുകൂടി അടുത്ത് എന്നിട്ട് പറ, എങ്ങനെ ഇഷ്ടം? പറ. എങ്ങനെ ഇഷ്ടമല്ല. പിന്നെ പറ, എങ്ങനെ ഇഷ്ടം? അത് ഞാൻ പിടിച്ചോളാം. ഇത് പറ, ഇനി എങ്ങനെ ഇഷ്ടം? എനിക്ക് ഇഷ്ടമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ. ഓ പിന്നെ ഇത് നിങ്ങളെ പെണ്ണുങ്ങളെ സ്ഥിരം പരിപാടിയാണ്. അപ്പൊ എല്ലാ പെണ്ണുങ്ങളോടും പറയണോ? ഇല്ലല്ല, അവരിങ്ങോട്ട് വന്ന് പറയുമ്പോൾ എനിക്കറിയില്ലോ. ചേച്ചിനോട് തോന്നിയ ആ ഒരു ക്രഷ് സത്യം പറയാം ഇതുവരെ ആരോട് തോന്നിയിട്ടില്ല. ഇനി ഇത് തുറന്ന് സമ്മതിക്ക്. എന്ത്? ഇങ്ങോട്ട് പോരട്ടെ. എടാ ഇങ്ങോട്ട് ഇരിക്കി. നീ പോട്ടെ. നീ പോവാൻ നീ പോട്ടെ. വീട്ടിൽ നിന്ന് വിളി വരുന്നുണ്ട്. നീ പോവാൻ ഞാൻ വിടില്ല. പ്ലീസ് പ്ലീസ്. ഇനി പോവാൻ ഞാൻ വിടില്ല. ചേച്ചി കാണാൻ ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? സൗന്ദര്യം എന്നുള്ളത് ആസ്വദിക്കുന്ന ഒരു ടൈപ്പ് കിട്ടും. അതാദ്യം മനസ്സിലാക്കുക. ഇനിയെങ്കിലും സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ആരുമില്ല, നമ്മളെ ദിവസം. ഓക്കെ, ഇതെന്താ ഇനി ബലം പിടിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ തമ്മിൽ ഇഷ്ടമാണ്, അറിയാം. ഇനി എന്തിനാണ് ബലം പിടിക്കുന്നത്? എന്ത് പ്ലേസ്? സ്നേഹിക്കുന്നതിന് എന്ത് പ്ലേസ്? ശരിയല്ലേ, നീ പോട്ടെ. ആരാ പറഞ്ഞ സ്നേഹം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ? ആരാണ് പറഞ്ഞത്? പറഞ്ഞു ശരിയെന്നെ എൻ്റെ അടുത്ത്